നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു ലൈവ് വരികയാണ്. ജയസൂര്യ സാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സർ. സർ, നമ്മൾ ലൈവ് ചെയ്യുമ്പോഴും മറ്റ് ഒട്ടേറെ വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ഏകദേശം ഒരു 10-20 ദിവസമായിട്ട് ജിഹാദികൾ കൊണ്ടൊട്ടിച്ചു വെക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു. കണ്ണൂർ ഈ പറയുന്ന കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ 400 യുവതികളെ അതല്ലെങ്കിൽ കുഞ്ഞു മക്കളടക്കമുള്ള സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചു മൂടിയിട്ടുണ്ട്. അവിടുത്തെ വിഷയം എന്താണോ താനൊന്നും ചെയ്യാത്തത് എന്നൊക്കെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കർണാടക ഭരിക്കുന്നത് BJP ആണെന്ന് തോന്നും. അതല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെയും കൂടി ആഭ്യന്തരമന്ത്രി ആണെന്ന് തോന്നുന്നു. അങ്ങനെ അത്തരത്തിൽ ഒട്ടേറെ BJP-യെ കിട്ടുന്ന താങ്ങുന്ന രീതിയിലൊക്കെ ഒരുപാട് കമന്റുകൾ ഒട്ടിച്ചു വെക്കുന്ന ജിഹാദികളെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഏകദേശം ഒരു 4-5 ദിവസമായിട്ട് ഈ കമന്റ് ഒക്കെ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്ത് കണ്ടം വഴി ഓടുന്ന ജിഹാദികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ ഒരു ക്ഷേത്ര സമുച്ചയം, ആ ക്ഷേത്രം തകർക്കാൻ വേണ്ടി ജിഹാദികൾ നടത്തിയ ഏറ്റവും വലിയ ക്രൂരതയോടുകൂടി ആസൂത്രണമായിരുന്നു ഇതെന്നും കൃത്യമായിട്ട് തെളിവ് സഹിതം രംഗത്ത് വരുന്നു. എങ്ങനെയാണ് സർ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്നിപ്പോൾ എല്ലാ മീഡിയയും നിശബ്ദത പാലിക്കുകയാണ്. ഈ വിഷയം ഉണ്ടായ സമയം മുതൽ ഇന്ന് വരെയുള്ള അതിന്റെ ഒരു നാൾ വഴികൾ നമ്മളൊന്ന് വളരെ പെട്ടെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അവിടെ ചിന്നയ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ അവിടുത്തെ ശുചീകരണ തൊഴിലാളി ആയിരുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 10-20-30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ അൽ ജസീറ TV-യിലൂടെ അവരുടെ മാഗസിനിലൂടെ പുറത്തു കൊണ്ടുവരികയാണ്. നമ്മൾ ഓർക്കണം, വിദേശത്തുള്ള അൽ ജസീറയ്ക്ക് ഇന്ത്യയിലെ കർണാടകത്തിലെ ധർമ്മസ്ഥലയിലെ ഈ ക്ഷേത്രത്തിൽ എന്താണ് താല്പര്യം? ഇതൊന്നും വന്ന് ആരും ചോദിച്ചില്ല. അൽ ജസീറ തന്നതാണെങ്കിലും അത് ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ് ചെയ്തത്. ആഘോഷിച്ചത് ശരിക്കും ഇവിടുത്തെ ഇടതുപക്ഷ ജിഹാദി ഈ രണ്ട് മേഖലകളിലുള്ള മീഡിയയാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. കർണാടകത്തിൽ അവിടുത്തെ പത്രങ്ങളോ അവിടുത്തെ ചാനലുകളോ അവിടുത്തെ സോഷ്യൽ മീഡിയ പോലുമോ ഇത് കാര്യമായിട്ട് ഗവനിച്ചില്ല. ഉത്തരേന്ത്യയിൽ തീരെ ഇതൊരു വാർത്തയായിട്ട് വന്നില്ല. പക്ഷെ കേരളത്തിൽ ഇത് വലിയ ആഘോഷമായിരുന്നു. മനാഫിനെ പോലെയുള്ള നന്മമരങ്ങളൊക്കെ രംഗത്ത് വരികയും ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും എന്താണ് ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് ആരും അന്വേഷിച്ചില്ല. എല്ലാവരും ആഘോഷത്തിന്റെ തിരക്കിലായിരുന്നു. ഈ ആഘോഷം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ആഘോഷത്തിന് വളരെ വലിയ ഒരു ഭൂതകാലമുണ്ട്. അതായത് കാഞ്ചി ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്ത് മാസങ്ങളോളം ജയിലിൽ പാർപ്പിച്ച ജയലളിതയുടെ കാലഘട്ടത്തിൽ തുടങ്ങുകയാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ. അതിനുശേഷം നമുക്ക് തെക്കേ ഇന്ത്യയിൽ എന്തെല്ലാം കാണേണ്ടി വന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള വലിയ വലിയ ആരോപണങ്ങൾ, അവിടുത്തെ രത്നങ്ങളും മറ്റും മോഷ്ടിച്ചു കൊണ്ടുപോയി തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ച് അന്തരിച്ച മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നടത്തിയ നാടകീയമായിട്ടുള്ള അവതരണങ്ങൾ, സത്യസായി ബാബയുടെ കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങൾ, അതിനുശേഷം നമ്മുടെ പതഞ്ജലിയുടെ ബാബ രാംദേവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വലിയ വലിയ ആരോപണങ്ങൾ. ഈ ആരോപണങ്ങളെല്ലാം കെട്ടടങ്ങുന്നതിന് മുമ്പ് തുടർച്ചയായിട്ട് വരികയാണ് അമൃതാനന്ദമയി ദേവി മഠത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ. അവിടെയും ജിഹാദി ഇടതുപക്ഷ ചാനലുകൾ അതിന്റെ പിന്നാലെ ലോകം മുഴുവൻ നടത്തിയ യാത്രകളും അന്വേഷണങ്ങളും. അതിനുശേഷം നമുക്കറിയാം ശബരിമല, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും എന്നല്ല ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയ്ക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ. അതിനും ശേഷം ഏറ്റവും അവസാനമാണ് ഇപ്പോൾ ഈ ധർമ്മസ്ഥല വരുന്നത്. ഇതിനിടയിൽ ചെറുതും വലുതുമായ നിരവധി കാര്യങ്ങളുണ്ട്. സ്വാമിമാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളും ദുരാരോപണങ്ങളും എല്ലാം നിരന്തരം ഉണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം വാർത്തകൾ വരുന്നു, വിശദമായി എല്ലാവരും ചർച്ച ചെയ്യുന്നു. പിന്നീട് ഈ വാർത്തകളെല്ലാം അപ്രത്യക്ഷമാകും. എപ്പോഴാണ് അപ്രത്യക്ഷമാവുക? ഈ കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ വ്യാജമായിരുന്നുവെന്നും അടിസ്ഥാനരഹിതമായിരുന്നുവെന്നും പിതൃശൂന്യ വാർത്തകളായിരുന്നുവെന്നും കൃത്യമായി ബോധ്യമാകുന്ന നിമിഷം എല്ലാവരും സ്വിച്ച് ഓഫ് ചെയ്ത് രക്ഷപ്പെടുകയാണ്. എന്നാൽ എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നു എന്നുള്ള ഈ ചോദ്യം ചോദിക്കാൻ തയ്യാറായിട്ടുള്ള ശ്രീ ബൈജുവിനോടും അതുപോലെ ന്യൂസ് കഫേ ചാനലിനോടും ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. കാരണം എല്ലാവരും കുഴിച്ചു മൂടാൻ പോകുന്ന യഥാർത്ഥ യാഥാർത്ഥ്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഈ ചാനൽ കാണിക്കുന്ന സത്യസന്ധതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില ന്യൂസ് ഞാൻ ഇവിടെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ ചിന്നയ്യെ തേടി പോയ ചില ആൾക്കാരുണ്ട്. കൃത്യമായിട്ട് ഞാൻ പറയാം, ചില എന്നൊന്നും പറയുന്നില്ല. റിപ്പബ്ലിക്കൻ TV ഇതുമായി ബന്ധപ്പെടുത്തി നടത്തിയ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ സത്യമംഗലം കാട്ടിലാണ്. തമിഴ്നാട്ടിലെ സത്യമംഗലം കാട്ടിന്റെ അകത്ത്
ഒരു റെസ്ക്യൂ ഹോം നടത്തുന്ന ആരോഗ്യസ്വാമി എന്ന പേരിലുള്ള ഒരു ക്രിസ്ത്യൻ മതപരിവർത്തന പുരോഹിതൻ, പേര് ആരോഗ്യസ്വാമി, കേട്ട ഹിന്ദു, ആള് ക്രിസ്ത്യാനിയാണ്, മതപരിവർത്തനമാണ് പരിപാടി. ഈ ആരോഗ്യസ്വാമിയുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. എങ്ങനെ എത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നാലെ പുറത്തു വരും. ആ ആരോഗ്യസ്വാമിയുടെ വീട്ടിലെത്താൻ കാരണം ഈ വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യയുടെ ഐഡന്റിറ്റി കാർഡ് അവിടെ ഇരിപ്പുണ്ട്, അയാളുടെ ഐഡന്റിറ്റി കാർഡ് അവിടെ ഇരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കി ചിന്നയ്യ ചോദ്യം ചെയ്തപ്പോൾ ആയിരിക്കും അത് പറഞ്ഞത്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, അദ്ദേഹത്തിന്റെ തിരിച്ചറിയൽ രേഖകളുണ്ട്, വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അദ്ദേഹം അവിടെ ആയിരുന്നു താമസം എന്നുള്ളത് വ്യക്തമാവുകയാണ്. അപ്പോൾ മതപരിവർത്തനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളുടെ ഫണ്ടിംഗ് ഏജൻസികളും ഇടതുപക്ഷ തീവ്രവാദി സംഘടനകളും മാവോയിസ്റ്റുകളും നക്സലൈറ്റുകളും ജിഹാദികളും, മനാഫൊക്കെ രംഗത്ത് വരുന്നത് അവിടെയാണ്. ഇവരെല്ലാം കൂടി ചേർന്ന് ഇന്ത്യ വിരുദ്ധമായി നീങ്ങുന്ന ഒരു ഗൂഢസങ്കേതത്തിന്റെ ഉള്ളിൽ നിന്നാണ് ചിന്നയ്യയുടെ ഐഡന്റിറ്റി കാർഡ് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തിയതോടുകൂടി ഈ വാർത്ത അപ്രത്യക്ഷമായി. പിന്നെ അന്വേഷണമില്ല, പിന്നെ കുഴിക്കലില്ല, പിന്നെ മാന്തലില്ല, പിന്നെ അസ്ഥികൂടമില്ല, ശവമില്ല, ഒന്നുമില്ല, എല്ലാം നിശ്ചലമായി. പക്ഷേ ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പബ്ലിക്കൻ TV പുറത്തുവിടുന്ന വാർത്ത. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു, ഇന്ത്യ വിരുദ്ധമായി അന്താരാഷ്ട്ര തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതായ വമ്പൻ നീക്കങ്ങളുടെ അടുത്ത അജണ്ട മാത്രമായിരുന്നു ധർമ്മസ്ഥല. ഈ ധർമ്മസ്ഥലയിൽ എത്രമാത്രം കോടി രൂപയാണ് കർണാടക സർക്കാർ മുടക്കേണ്ടി വന്നത് ഈ ആരോപണം തെളിയിക്കാൻ? എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഈ ആരോപണം തെളിയിക്കാൻ വേണ്ടി യന്ത്രങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ, പോലീസ്, അന്വേഷണ സംഘം എന്ന് തുടങ്ങി ഏതാണ്ട് 30 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ്. ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ച 18 സ്ഥലങ്ങളിൽ നടത്തിയ മണ്ണ് കുഴിക്കൽ പരിശോധനയിൽ നിന്ന് കണ്ടുകിട്ടിയത് ഒരേ ഒരു മനുഷ്യന്റെ അസ്ഥിയാണ്. അതാണെങ്കിൽ സ്ത്രീയല്ല, ഒരു പുരുഷനായിരുന്നു താനും. അതുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ഒരു ദിവസം ഇരിക്കേണ്ടി വന്നപ്പോൾ ഈ അസ്ഥി കിട്ടിയ സമയം അത് പുരുഷന്റെ ആണോ സ്ത്രീയുടെ ആണോ എന്നൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പൊ ആ അസ്ഥിയെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. പിന്നെ ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാനിത് മുഴുവൻ കേൾക്കുകയാണ്. അപ്പൊ അവിടെ വലിയ വലിയ വിദഗ്ധന്മാര്, പോലീസ് റിട്ടയർ ആയിട്ടുള്ള ആൾക്കാര്, ഫോറൻസിക് വിദഗ്ധന്മാരെല്ലാം ഇരുന്നിട്ട് പറയാണ് അസ്ഥി പൊട്ടിയിട്ടുണ്ട്. ആ പൊട്ടലിന്റെ ലക്ഷണം വെച്ച് നോക്കിയാൽ ഇത് ഒന്നിലധികം പേര് ബലാത്സംഗം ചെയ്തതാണ്, ബലാത്സംഗത്തെ തുടർന്ന് അടിച്ചു വന്നതാണ്, തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കുഴിച്ചിട്ടതാണ്. ഇങ്ങനെ അന്നത്തെ ചർച്ചയെല്ലാം കഴിഞ്ഞ് ചർച്ച പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും കളം മാറി, അത് സ്ത്രീയല്ല പുരുഷന്റെ അസ്ഥി കൂടായി. പിന്നെ ചർച്ചയില്ല. മാത്രമല്ല ആ പ്രദേശത്ത് 18 ഇടങ്ങളിൽ കുഴിച്ചു. ഈ പൊട്ടം പറയുന്നതനുസരിച്ച് 30 അടി കുഴിച്ചു, 60 അടി കുഴിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ 30 കോടി രൂപ പൊടിച്ചത്. ഇതെല്ലാം കഴിഞ്ഞ് ആ സമയത്ത് കുഴിക്കുന്നവർക്ക് ആപ്പ് വിളിക്കാനും അവരെ പിന്തുണയ്ക്കാനും വേണ്ടി പഴയ മനാഫ്, അതായത് ലോറി വെള്ളത്തിൽ പോയ കഥയിലെ മനാഫ്, അങ്ങനെ പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവും, ആ കക്ഷി അവിടെ വന്നു. ഈ കക്ഷിക്ക് അവിടെ വരേണ്ട ഒരു കാര്യമില്ല. ഇയാൾ ഈ മലബാറുകാരനാണ്. ധർമ്മസ്ഥലയിൽ അസ്ഥി കുഴിക്കുന്നിടത്ത് മനാഫിന് ഒരു കാര്യമില്ല. പക്ഷെ മനാഫ് എന്തിനു വന്നു? മനാഫിന് അവിടെ വരേണ്ട കാര്യമുണ്ട്. ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനും അതിനാവശ്യമായ പിന്തുണ കൊടുക്കാനും അതിനുള്ള പ്രാദേശിക സപ്പോർട്ട് സമാഹരിക്കാനും ഈ വിഷയം ആളിക്കത്തിച്ച് മീഡിയയ്ക്കുള്ളിൽ സജീവമാക്കി നിർത്താനും മനാഫിന് ആരൊക്കെയോ പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം. മറ്റൊന്ന്, എന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അവിടെ വന്നിരുന്നു. ആ സ്ത്രീയെ മീഡിയ എല്ലാം പൊക്കിക്കൊണ്ട് നടന്ന് ആഘോഷിച്ചു. ഏറ്റവും അവസാനം ആ സ്ത്രീ എന്താ പറഞ്ഞത്? എനിക്ക് അങ്ങനെ ഒരു മകളും ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ആരോപണവും ഇല്ല. പിന്നെ എന്തിനാ സംസാരിച്ചത്? എന്നെ കൊണ്ട് നിർബന്ധിച്ച് സംസാരിപ്പിച്ചതാണ്, എനിക്ക് സംസാരിക്കേണ്ടി വന്നതാണ്, ഞാൻ നിരപരാധിയാണ്, എന്നെ സംശയിക്കരുത്. ഇതായിരുന്നല്ലോ അതിന്റെ സത്യാവസ്ഥ. അതോടെ ഈ പറഞ്ഞ ദുരാരോപണം ഉന്നയിച്ച് ആഘോഷം നടത്തിയ മീഡിയ എല്ലാം സ്വിച്ച് ഓഫ്. ഇതല്ലേ സംഭവിച്ചത്. ഇനി ഈ ചിന്നയ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ പിന്നാമ്പുറങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ ചിന്നയ്യയെയും ചിലര് വാടകയ്ക്കെടുത്തതാണ് എന്ന് മനസ്സിലാകുന്നു. ഇതിന്റെ പിന്നിൽ വേറെ ചില കഥകളുണ്ട്. അതായത് ഈ ദേവസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ധർമ്മസ്ഥലയില് അവർക്ക് സ്കൂളുകള്, കോളേജുകള്, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഉണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ഉള്ള ആലോചന ഉണ്ടായെന്നും ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി വിശാലമായിട്ടുള്ള സ്ഥലം, ഏതാണ്ട് 900 ഏക്കറോളം സ്ഥലം
അവിടെ വാങ്ങുകയോ വാങ്ങിയിട്ട് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ അത് നെഗ്ലക്ട് ചെയ്യപ്പെട്ട് കിടന്നു. എന്നിട്ട് അവിടെ കാട് പിടിച്ച് കാട് മൂടിക്കിടന്നു. ഈ സ്ഥലം മോശ സ്ഥലമൊന്നുമല്ല. മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി അവർ വാങ്ങിയിട്ട സ്ഥലമായതുകൊണ്ട്, അത് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ സാധിക്കാതെ വന്ന് വെറുതെ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ആ സ്ഥലം സ്വന്തമാക്കാനും അതിന്റെ ഭാഗത്ത് ചില എൻക്രോച്ച്മെന്റ് നടത്താനും സ്ഥലം തട്ടിയെടുക്കാനും വേണ്ടി ചില ലോബികൾ അവിടെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ ഇത് ധർമ്മസ്ഥലയുടെ പേരിലുള്ള സ്ഥലമായതുകൊണ്ടും അതിന്റെ ഉടമസ്ഥന്മാര് എംപിമാരും അതുപോലെ പത്മശ്രീ കിട്ടിയ ആൾക്കാരും സമൂഹത്തിൽ വളരെ ഉന്നതമായ പിടിപാടുള്ളവരും കേന്ദ്ര മന്ത്രിസഭയിൽ വരെ സ്വാധീനമുള്ളവരും സംസ്ഥാനത്ത് ആരും എതിർക്കാത്ത വിധം ലിംഗായത്ത് സമുദായത്തിന്റെ പ്രത്യേക പിന്തുണയുള്ളവരും ആയതുകൊണ്ട് വളരെ ശക്തമായ അവരെ നേരിടാൻ പറ്റില്ല. ഒരു വിധത്തിൽ അവരുടെ കയ്യിൽ നിന്ന് ഭൂമി തട്ടിയെടുക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ അവരെ പ്രതികളാക്കിക്കൊണ്ട്, അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട്, അവരെ ജയിലിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ആ സാഹചര്യത്തിന്റെ മറവിൽ ഈ ഭൂമി തട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുകയും എന്നുള്ള ഒരു കാര്യം ഒരു വ്യക്തി വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഏതാനും ദിവസം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബൈജു അത് കേട്ടിട്ട് കാണും. കേരളത്തിൽ ഏതോ മീഡിയ അത് സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ഈ ലോബി ഇപ്പോൾ കിട്ടിയ ഞാൻ പറഞ്ഞ വാർത്തയും റിപ്പബ്ലിക്കിന്റെ വെളിപ്പെടുത്തലും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ധർമ്മസ്ഥല എന്ന് പറയുന്ന ക്ഷേത്രവും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വളരെ വിശാലമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടുത്തെ ഒരു ഹിന്ദു ജൈന യോജിപ്പും ഹൈന്ദവ പ്രഭാവവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി അതിനെ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തിനെ കംപ്ലീറ്റ് ആയിട്ടും ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടി അതിനു ചുറ്റും മതപരിവർത്തനത്തിന്റെ ഒരു ജിഹാദി ഐക്യം, ജിഹാദി ഇടതുപക്ഷ നക്സലൈറ്റ് മാവോയിസ്റ്റ് ഐക്യനിര കെട്ടിപ്പടുക്കാനുള്ള വമ്പൻ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് അൽ ജസീറയിൽ കൂടി പുറത്തു വന്നത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അൽ ജസീറ ഇന്ത്യയിലല്ല, വിദേശത്താണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു മാധ്യമവും പുറത്തു കൊണ്ടുവരാത്ത ഈ ഒരു വിഷയം അക്ഷരാഭ്യാസമില്ലാതെ വനത്തിൽ കഴിയുന്ന ചിന്നയ്യ എന്ന് പറയുന്ന ഒരു തൊഴിലാളിയെ വെച്ചുകൊണ്ട് 30-20 കൊല്ലം മുമ്പ് നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു കെട്ടുകഥയുണ്ടാക്കി അതിന് ഇല്ലാത്ത മകളെ കൊന്നുകളഞ്ഞു എന്ന് പറയാൻ ഒരു അമ്മയെ വാടകയ്ക്കെടുത്ത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറി, വളരെ ഒരു ഹൊറർ ഫിലിം പോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിന്റെ പിന്നിലും ലക്ഷ്യം വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഹൈന്ദവ ആരാധനാ കേന്ദ്രമായ ധർമ്മസ്ഥലയുടെ ഇമേജും വിശ്വാസവും തകർക്കുക എന്നുള്ളതാണ്. അങ്ങനെ തകർത്തതിന് ശേഷം അവിടെ മതപരിവർത്തനം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തുകൊണ്ട് ഇത് വന്നു? എന്തുകൊണ്ട് BJP ഭരിക്കുമ്പോൾ ഈ ആരോപണം വന്നില്ല? 30 കൊല്ലം മുമ്പുള്ള കാര്യമാണെങ്കിൽ ഇവിടം വരെ കാത്തിരുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണമുണ്ട്. കർണാടകം ഭരിക്കുന്ന സർക്കാർ ജിഹാദികൾക്കും അതുപോലെ തന്നെ മതപരിവർത്തന ശക്തികൾക്കും പിന്തുണ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് ആ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ശല്യമൊന്നും ഉണ്ടാകാതെ ഈ തിരക്കഥ അനുസരിച്ച് ഈ നാടകം നടത്തുകയും 900 ഏക്കറോളം ഭൂമി റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ പേരിൽ തട്ടിയെടുത്തുകൊണ്ട് ധർമ്മസ്ഥലയ്ക്ക് ചുറ്റും വലിയ ഒരു പുതിയ കോളനി വൽക്കരണം നടത്തുകയും ചെയ്യുക എന്നുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ സംഭവിക്കുന്നു എന്നാണ് നാളിതുവരെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വസ്തുത. അതുകൊണ്ട് ഈ വിഷയം ഇനിയാണ് ചർച്ച ചെയ്യേണ്ടത്. എന്റെ ചോദ്യം ഇതാണ്: കേരളത്തിൽ ഇത് ആഘോഷിച്ച എല്ലാ ചാനലുകളോടും, കേരളത്തിൽ ഇത് കൊണ്ടാടിയ എല്ലാ പത്രങ്ങളോടും, എല്ലാ സംഘടനകളോടും, നേതാക്കളോടും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയോടും എന്റെ ഒരു ചോദ്യം ഇതാണ്: ഇനി ഉള്ള സത്യങ്ങൾ എന്താണ് എന്ന് ധർമ്മസ്ഥലയെ സംബന്ധിച്ച് പ്രക്ഷേപണം ചെയ്യാനും ചർച്ച ചെയ്യാനും നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്നുള്ളതാണ്. ഈ ധൈര്യമുണ്ടോ എന്ന വാക്ക് ഞാൻ ചോദിക്കാൻ കാരണമുണ്ട്. ഈ പറഞ്ഞവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് ഈ പറഞ്ഞ നെക്സസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണമാണ്. ആ പണം കൊണ്ടാണ് ഈ ചാനലുകൾ പിടിച്ചു നിൽക്കുന്നത്. ആ പണം കൊണ്ടാണ് ഈ സംഘടനകളും നേതാക്കന്മാരും ജീവിക്കുന്നത്. ആ പണം കൊണ്ടാണ് ഇതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത് വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ചുരുളഴിയാൻ പോവുകയാണ്. സത്യത്തിൽ ഇനിയാണ് സംഭ്രമജനകമായ കാര്യങ്ങൾ പലതും സംഭവിക്കാൻ പോകുന്നത്. അതായത് വിദേശത്തിരുന്നു കൊണ്ട് ഡീപ് സ്റ്റേറ്റ് സംവിധാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഹൈന്ദവ ആരാധനാലയങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ഗൂഢാലോചനയിൽ നിന്ന് ആരൊക്കെ പണം പറ്റിയിട്ടുണ്ടോ, ആരൊക്കെ അവരുടെ പാർട്ട് അവരെഴുതി കൊടുത്ത തിരക്കഥയ്ക്കനുസരിച്ച് അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അവരൊക്കെ പിടിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറാൻ പോവുകയാണ്.
അത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലാണെങ്കിലും കോൺഗ്രസിന്റെ പിന്തുണയോടെ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണെങ്കിലും ഇവരെ രണ്ടുപേരെയും ഒരുപോലെ വാരിപ്പുണരുന്ന DMK ഭരിക്കുന്ന തമിഴ്നാട്ടിലാണെങ്കിലും തെക്കേ ഇന്ത്യയെ മൊത്തം അട്ടിമറിച്ചുകൊണ്ട് കട്ടിംഗ് സൗത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആരൊക്കെയാണെങ്കിലും അവരെ ഒക്കെ കട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഗംഭീരമായ അന്വേഷണവും അതിന്റെ ഫലവും പുറത്തു വരുന്നതോടെ അന്താരാഷ്ട്ര ഡീപ് സ്റ്റേറ്റിന്റെ ഇന്ത്യയിലെ കളിക്ക് അന്ത്യമാകുമെന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. സർ, നമ്മൾക്കറിയാം ഇതിന്റെ ഒരു പ്രത്യാഘാതം, ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം എത്ര വലുതാണ് എന്ന് സത്യത്തിൽ സാധാരണക്കാരായിട്ടുള്ള അതല്ലെങ്കിൽ നിഷ്കളങ്കരായിട്ടുള്ള ഹിന്ദുക്കൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരുപക്ഷെ നാളെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആയാലും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആയാലും ചോറ്റാനിക്കരയായാലും എടുത്തെടുത്ത് നമ്മൾക്ക് പറയാവുന്ന പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലോടും ഇതേ നയം ഇവർക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള ദൂരവ്യാപകമായിട്ടുള്ള ആ പ്രത്യാഘാതങ്ങളെ കുറിച്ച് മാന്യ പ്രേക്ഷകരോട് അതല്ലെങ്കിൽ നിഷ്കളങ്കരായ ഹിന്ദു സമൂഹത്തോട് സംവദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സർ സംസാരിക്കുക? അതിലെനിക്ക് പറയാനുള്ള ഒരു കാര്യം, എങ്ങനെയാണ് ഈ ആക്രമണങ്ങൾ വരുന്നത് എന്ന് നോക്കുക. ഞാൻ ഈ ആക്രമണങ്ങളുടെ ആ കാലഘട്ടം മുതൽ ഇതുവരെയുള്ള ഒരു രീതിശാസ്ത്രം, ഒരു മെത്തഡോളജി നിരീക്ഷിക്കേണ്ടായി. ഇപ്പൊ ആദ്യം കാഞ്ചി ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്ത കാലം മുതൽ ഇങ്ങോട്ട് ഞാനിവിടെ പരമ്പരയായിട്ട് പറഞ്ഞ സംഭവങ്ങൾ എല്ലാം ഉണ്ടല്ലോ. അതായത് കാഞ്ചി ശങ്കരാചാര്യരുടെ അറസ്റ്റ്, ജയിൽവാസം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് നേരെയുള്ള ആരോപണം, ശബരിമല ക്ഷേത്രത്തിന് നേരെയുള്ള ആരോപണം, സത്യസായി ബാബയ്ക്ക് നേരെയുള്ള, അമൃതാനന്ദമയി മഠത്തിന് നേരെയുള്ള ആരോപണം, ബാബ രാംദേവിന് നേരെയുള്ള ആരോപണം എന്ന് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ഹൈന്ദവ കേന്ദ്രങ്ങളോടും വ്യക്തികളോടും മഠങ്ങളോടും ക്ഷേത്രങ്ങളോടും പഴയ മഹാരാജാക്കന്മാരോടും എല്ലാമുള്ള ആക്രമണം എങ്ങനെയാണ് രൂപീകരിച്ച് കൊണ്ടുവന്നത് എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. ആദ്യമായിട്ട് സംഭ്രമജനകമായ ഒരു വാർത്ത പുറത്തു വരും. ഈ വാർത്ത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൊലപാതകമായിരിക്കും, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകലായിരിക്കും, അല്ലെങ്കിൽ മോഷണമായിരിക്കും. ഈ രീതിയിലാണ് ഇത് സംവിധാനം ചെയ്യുക. ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമിക്കെതിരെ അവിടുത്തെ ഒരു ഓഫീസ് ജീവനക്കാരന്റെ കൊലപാതകമാണ് കൊണ്ടുവന്നത്. അവസാനം അത് സുപ്രീം കോടതി വരെ പോയി. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നും അങ്ങനെ ഒരാൾ കൊല ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ഇത് വ്യാജമായിരുന്നു എന്നും തെളിയിച്ചു. പക്ഷെ അതിനിടയ്ക്ക് മാസങ്ങൾ, വർഷങ്ങൾ കടന്നുപോയി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വർഷങ്ങൾ നീണ്ടു നിന്ന ആ കേസാണ് സുപ്രീം കോടതി വെറുതെ വിടുന്നത്. ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപ രാജകുടുംബാംഗങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരുന്നു. ഈ വാർത്തകളോട് പ്രതികരിക്കുന്ന സമയത്താണ് VS അച്യുതാനന്ദൻ ആ തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയെ വാർത്തകളിലേക്ക് കൊണ്ടുവരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്യുന്നു. കേരള മുഖ്യമന്ത്രിയെ വാർത്തകളിലേക്ക് കൊണ്ടുവരുന്നു. കേരള മുഖ്യമന്ത്രി തിരുവിതാംകൂർ മഹാരാജാവിനെതിരെ കള്ളപ്രചരണം നടത്തുന്നു. അതുപോലെ തന്നെ ശബരിമലയിലെ വിവാദം ഒരു ബോംബെയിൽ കിടക്കുന്ന സംഘടനയും ഒരു സ്ത്രീയും കുത്തിപ്പൊക്കി വാർത്തകളിലേക്ക് കൊണ്ടുവരുന്നു. ഈ വാർത്ത മഹാരാഷ്ട്രയിലോ മറ്റിടത്തോ ഇല്ലാതെ കേരളത്തിൽ മാത്രം മീഡിയ കത്തിക്കുന്നു. മീഡിയയിൽ വാർത്ത പടരുന്നു. അപ്പോഴേക്കും കേരളത്തിന്റെ നിലവിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാടിയിറങ്ങുന്നു, പോലീസിനെ നിയോഗിക്കുന്നു. പല തേവിടിശികളെയും അവിടെ കയറ്റാൻ പോലീസിന്റെ യൂണിഫോമിനകത്ത് ഒളിച്ചു കിടത്തുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. 10,000-കണക്കിന് ഹിന്ദുക്കളുടെ പേരിൽ കേസെടുക്കുന്നു. ആ കേസുകൾ ഇന്നും തുടരുന്നു. ഭരണവും മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ഒരു പാറ്റേൺ ഉണ്ട്. ഇത് സത്യസായി ബാബയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് ഉണ്ടായത്. ബാബ രാംദേവിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലായിടത്തുമുള്ള പാറ്റേൺ എന്താണ്? ആദ്യം അടിസ്ഥാനരഹിതമായ പച്ച നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് വാർത്ത വരുന്നു. ആ വാർത്തകളുടെ പിന്നാലെ ഭരണകൂടം നിയമ നടപടികൾ എടുക്കുന്നു. ആ നിയമ നടപടികളുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ കൊഴുക്കുന്നു. അവസാനം എല്ലാം ഹിന്ദു വിരുദ്ധ ആക്രമണങ്ങളായി മാറുമ്പോൾ ഇടതുപക്ഷക്കാര് അതിനെതിരെ രംഗത്ത് വരുന്നു. ജിഹാദികൾ രംഗത്ത് വരുന്നു. ഒപ്പം തന്നെ മാധ്യമ, ബുദ്ധിജീവി, പത്രപ്രവർത്തകർ, ചിന്തകർ, എഴുത്തുകാർ, കവികൾ, സാഹിത്യകാരന്മാർ എന്ന് പറയുന്ന അവരെയൊക്കെ ഞാൻ വിളിക്കുന്ന എച്ചിൽ പട്ടികൾ എന്നാണ്. എന്നെ ഇതിലൊക്കെ ഇട്ടുകൊടുത്താൽ അവന്റെ പുറകെ വാലുവാട്ടി നടക്കുന്ന പാർട്ടികൾ. ഇവന്മാരെല്ലാം ഈ എച്ചിൽ നോക്കിയിട്ട് ഉടനെ ചാടി ഇറങ്ങി പ്രസ്താവന കൊടുക്കുന്നു, കൂട്ടപ്രസ്താവന കൊടുക്കുന്നു. പാറ്റേൺ വളരെ കൃത്യമാണ്. എന്നാൽ ഇവിടെ ധർമ്മസ്ഥലയിൽ ഈ സംഭവം മുന്നോട്ട് പോകാതെ പൊളിഞ്ഞതിന്റെ യഥാർത്ഥ കാരണം ലിംഗായത്ത് എന്ന് പറയുന്ന ഒരു ജനവിഭാഗമാണ്. ഇത് നമ്മൾ പ്രത്യേകം സ്മരിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ കേരളത്തില് മദ്രസകളിൽ നടക്കുന്ന പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ ഇതൊന്നും വാർത്തയാകുകയല്ല. എന്താ കാരണം? പേടിയുണ്ട്. താടിയുള്ളവനെ പേടിയുണ്ട്. അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞ പോലെ ലിംഗായത്തിനെ പേടിയുണ്ട്.
അതുകൊണ്ട് കർണാടകത്തിൽ ഇത് ചെലവാകില്ല. അത് കോൺഗ്രസ് ലിംഗായത്താണെങ്കിലും BJP ലിംഗായത്താണെങ്കിലും ഏത് ലിംഗായത്താണെങ്കിലും ലിംഗായത്ത് ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ലിംഗായത്ത് സമൂഹത്തിന്റെ വളരെ പ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയായ ധർമ്മസ്ഥലയ്ക്കെതിരെ ഒരക്ഷരം എഴുതാൻ കർണാടകത്തില് ഒരു മീഡിയയ്ക്കും ധൈര്യമില്ല, കർണാടകത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ധൈര്യമില്ല. അതുകൊണ്ടാണ് ഇത് അവിടെ പെട്ടെന്ന് കെട്ടടങ്ങിയത്. കേരളത്തിലായിരുന്നെങ്കിലോ ഇത് ഗംഭീരമായിട്ട് ആഘോഷിക്കപ്പെടുമായിരുന്നു. തമിഴ്നാട്ടിലാണെങ്കിലോ അതിനേക്കാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കപ്പെടുമായിരുന്നു. ആന്ധ്രയിലും അത് തന്നെ. പക്ഷെ അവർ തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റിപ്പോയി. അവർ ധരിച്ചത് കോൺഗ്രസിന്റെ ഭരണത്തിന്റെ കീഴിൽ ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും കിട്ടും, നമ്മൾക്ക് കോൺഗ്രസിന്റെ പോലീസിന്റെയും അന്വേഷണ സംവിധാനങ്ങളുടെയും മുഖ്യമന്ത്രിയുടെയും കീഴിൽ. അതിനകത്ത് വേറൊരു വലിയ സംഭവമുണ്ട്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്ന് പറയുന്നയാള് നിരീശ്വരവാദിയാണ്. ഈ സ്റ്റാലിനെ പോലെയുള്ള നിരീശ്വരവാദിയല്ല, കൊടും നിരീശ്വരവാദിയാണ്. അപ്പൊ അയാൾ ഏതായാലും ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്നും ധർമ്മസ്ഥലയെ തകർക്കാൻ സിദ്ധരാമയ്യ കൂട്ടുനിൽക്കുമെന്നാണ് ഈ അൽ ജസീറയുടെ പുറകിലിരിക്കുന്ന ബുദ്ധിമാന്മാര് വിചാരിച്ചത്. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. ഈ പറയുന്ന സിദ്ധരാമയ്യക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിലും വോട്ട് പെട്ടിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ദൈവത്തെ എന്ത് വേണേലും ചെയ്യാം, പക്ഷെ ലിംഗായത്തിനെ തൊട്ടാൽ വോട്ട് പോകുമെന്നും അധികാരം പോകുമെന്നും അറിയാവുന്നത് കൊണ്ട് യെദിയൂരപ്പ എന്ന് പറയുന്ന മറുവശത്ത് നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് ലിംഗായത്തുകാരനാണ് എന്നറിയാവുന്നത് കൊണ്ട് അയാൾ ഈ വിഷയത്തെ തൊടാൻ പോയില്ല. എന്തിനാണ് ഉറങ്ങിക്കിടക്കുന്ന ലിംഗായത്തിനെ പൊക്കിയെടുത്തിട്ട് യെദിയൂരപ്പയും BJPയും പിന്നെ അധികാരത്തിൽ കൊണ്ടിരുന്നത്? അതുകൊണ്ട് തൊടാൻ പോയില്ല. അതോടെ ഇവരുടെ ഗ്യാസ് പോയി. ഇതാണ് അവിടെ സംഭവിച്ചത്. അതായത് തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റിപ്പോയി, സമയം തെറ്റിപ്പോയി. അതല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതൊരു വലിയ ബോംബായിട്ട് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. ഏതായാലും ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആക്രമണം അവസാനിക്കാൻ പോകുന്നില്ല, ഇത് തുടരും. എന്ന് പറഞ്ഞാൽ ഇനിയും ഹൈന്ദവ ക്ഷേത്രങ്ങൾ, ഇനി ഒരുപക്ഷെ ഗുരുവായൂരായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വലിയ മറ്റു ക്ഷേത്രങ്ങൾ, മൂകാംബിയായിരിക്കാം, അങ്ങനെ ഏതൊക്കെ ഹിന്ദു ദേവസ്ഥാനങ്ങളും ക്ഷേത്രങ്ങളും മഠങ്ങളും അതിനെയൊക്കെ ഉന്നം വെച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ഇതെന്തിനാണ്? അതിന് ഒരു കാരണമുണ്ട്. നമ്മുടെ സ്വല്പം കൂടി ചരിത്രത്തിൽ പുറകോട്ട് പോകാം. മുഗളന്മാർ ഇന്ത്യ ആക്രമിക്കാൻ വന്നു. അവരെന്താണ് ചെയ്തത്? ഇന്ത്യയെ ആക്രമിക്കണമെങ്കിൽ, അതിനെ കീഴടക്കണമെങ്കിൽ ഹിന്ദുത്വത്തെ കീഴടക്കണം എന്നവർ പഠിച്ചു. അപ്പോൾ അവരെന്താ ചെയ്തത്? സോമനാഥ ക്ഷേത്രം തകർത്തു, അയോധ്യ ക്ഷേത്രം തകർത്തു, കാശി ക്ഷേത്രം തകർത്തു, മധുര ക്ഷേത്രം തകർത്തു. എന്തിനേറെ തെക്കേ അറ്റത്ത് തെക്കൻ കേരളത്തിലെ മലബാറിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ വരെ തകർത്തു. എന്തിനാണ് ഈ ക്ഷേത്രം തകർക്കുന്നത്? ക്ഷേത്രം തകർത്താൽ ഹിന്ദുവിന്റെ ആത്മവീര്യം നഷ്ടപ്പെടുമെന്നും ഹിന്ദുവിന്റെ രാജ്യം പിടിച്ചെടുക്കാൻ എളുപ്പമാണെന്നും ഉള്ള ഒരു ധാരണ കൊണ്ടാണ് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. കാലഘട്ടം എത്ര മാറിയാലും ആ ധാരണ ഇന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യ പിടിച്ചെടുക്കണമെങ്കിൽ, ഭാരതത്തെ കീഴടക്കണമെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ മാനബിന്ദുക്കളെ തകർക്കണം. അതിന് ഏറ്റവും വലിയ മാനബിന്ദുക്കളായിട്ടുള്ള ശങ്കരാചാര്യന്മാരെ തകർക്കുക, അല്ലെങ്കിൽ മറ്റ് ആചാര്യന്മാരായ ബാബാ രാംദേവിനെ പോലെയോ സത്യസായി ബാബയെ പോലെയോ മാതാ അമൃതാനന്ദമയി ദേവയെ പോലെയുള്ളവരെ തകർക്കുക. പിന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളായിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തെ തകർക്കുക, ശബരിമലയെ തകർക്കുക, ധർമ്മസ്ഥലയെ തകർക്കുക. അങ്ങനെ ഹിന്ദുവിന്റെ മാനബിന്ദുക്കളെയും വ്യക്തികളെയും സ്ഥാപനങ്ങളെയും തകർക്കുക. ഇത് 1000 വർഷങ്ങൾക്ക് മുമ്പ് മുഗളന്മാർ ചെയ്ത അതേ പണി ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത്, എന്നെ കേൾക്കുന്ന ഹിന്ദുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പറയുന്ന പരിപാടിയിൽ ഞങ്ങളുടെ ചർച്ച ശ്രദ്ധിക്കുന്ന ഹിന്ദുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 1000 കൊല്ലത്തെ ചരിത്രത്തിന്റെ തനിയാവർത്തനമല്ലേ ധർമ്മസ്ഥലയിൽ ഇപ്പോൾ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക, ധർമ്മസ്ഥല ഒന്നിന്റെയും അവസാനമല്ല, വീണ്ടും വരും. ഇവരൊക്കെ ഹിന്ദുവിന്റെ പുതിയ പുതിയ കേന്ദ്രങ്ങളെയും തലസ്ഥാനങ്ങളെയും വ്യക്തികളെയും ആചാര്യന്മാരെയും ആക്രമിക്കാൻ വീണ്ടും വരും. അതുകൊണ്ട് കരുതിയിരിക്കുക തന്നെ വേണം. സർ, ഈ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയുന്ന വായിൽ കൊള്ളാത്തൊരു വാക്ക് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദുവിനെ എത്രത്തോളമാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കുകയാണ്. എങ്ങനായിരിക്കും സർ ഇതിൽ നിന്ന് എന്നായിരിക്കും ഒരു ഹിന്ദുവിന്, അതല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു സമൂഹത്തിന്റെ രക്ഷ പ്രാപിക്കാനാവുക? ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഈ കൂട്ടിക്കൊടുപ്പായാലും, ഇപ്പൊ മനാഫ് എന്ന് പറയുന്ന ലോറി ഡ്രൈവർ, മനാഫ് എന്ന് വിളിക്കുന്ന അർജുൻ എന്ന് പറയുന്ന ആ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ശവത്തെ പോലും വിറ്റ് കാശാക്കി നക്കിയ ഒരു മദ്രസ പൊട്ടൻ, എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ആ വ്യക്തികളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നും മനാഫിന് വേണ്ടിയൊക്കെ നിലവിളിക്കുന്ന, അതല്ലെങ്കിൽ ആരാധക വൃന്ദങ്ങളൊക്കെ ആയിട്ടുള്ള ഹിന്ദുക്കളെ നമുക്ക് കാണാൻ പറ്റും. എന്നായിരിക്കും സർ ഈ ഒരു മസ്തിഷ്ക പ്രക്ഷാളനത്തിൽ നിന്ന് ഹിന്ദുവിന് മോചനം ലഭിക്കുക?
കൃത്യമായിട്ട് അതിന് മറുപടി പറയണമെങ്കിൽ ആ മറുപടി ഇതാണ്: ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് മാറുമ്പോൾ മാത്രമേ പൂർണ്ണമായിട്ടും ഈ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. ഇപ്പോൾ ഇന്ത്യയിൽ പിന്തുടരുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന അടിമത്ത വിദ്യാഭ്യാസം തന്നെയാണ്. ആ അടിമത്ത വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാര് മഹാന്മാരാണ്, മുഗളന്മാര് മഹാന്മാരാണ്. വിദേശ ആക്രമികളൊക്കെ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നും കാട്ടുജീവികളായി കിടക്കുകയുണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് നമുക്ക് റെയിൽവേ കിട്ടി, വൈദ്യുതി കിട്ടി, തപാല് കിട്ടി, ഇംഗ്ലീഷ് സ്കൂൾ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ പാശ്ചാത്യനെ പുകഴ്ത്തുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ നമ്മുടെ സംസ്കൃതിയെ അടിച്ച് തകർത്ത മുഗളന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ ചരിത്രം ആഘോഷപൂർവ്വം പഠിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അവരൊക്കെയാണ് ഇന്ത്യക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയത് എന്ന്. ഇതൊക്കെ ഇതേപടി ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ എനിക്ക് അവരോട് ഉള്ള ഒരൊറ്റ മറുപടി, ഒരൊറ്റ സജഷൻ ഇതാണ്: നിങ്ങൾ എന്തെങ്കിലും ഡൽഹിയിൽ പോകുമ്പോൾ അവിടുത്തെ കുത്തബ് മിനാർ ഒന്ന് പോയി കാണുക. എന്നിട്ട് തൊട്ടടുത്ത് നിന്ന് അതിന്റെ ഓരോ കല്ലുകളിലേക്കും സൂക്ഷിച്ചു നോക്കുക. അവിടെ ഉണ്ടായിരുന്ന 27 ക്ഷേത്രങ്ങൾ, അതായത് നമ്മുടെ നക്ഷത്രം ഉണ്ടല്ലോ, അശ്വതി, ഭരണി, കാർത്തിക, അങ്ങനെ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ പേരിൽ അവരെ ദേവതകളാക്കി വെച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്ര സമുച്ചയം തച്ച് തകർത്ത് അതിന്റെ വിഗ്രഹങ്ങളും തൂണുകളും ചിത്ര പണികൾ ചെയ്ത മേൽക്കൂരകളും തല്ലി ഉടച്ച് അതുകൊണ്ട് കെട്ടിപ്പടുത്ത വിജയസ്തംഭമാണ് ഈ കുത്തബ് മിനാർ. ഞാനത് പോയിട്ട് ഈ ഡിജിറ്റൽ ക്യാമറയൊക്കെ വരുന്നതിന് മുമ്പ് ഫിലിം ക്യാമറ ഉള്ള കാലത്ത് ഞാനതിന്റെ 360 ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങളിലൂടെ വളരെ വ്യക്തമാണ് ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ. ഇനി ചിത്രമൊന്നും എടുക്കണ്ട, നേരിട്ട് പോയി നിന്ന് കണ്ടാലും മതി. അതായത് എന്നിട്ട് ആ കുത്തബ് മിനാർ നിർമ്മിച്ച കുത്തബുദ്ദീൻ ഐബക്ക് മഹാനാണെന്നും അക്ബർ മഹാനാണെന്നും ഹുമയൂൺ മഹാനാണെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന താജ്മഹൽ നിർമ്മിച്ച ഷാജഹാൻ മഹാനാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ചരിത്രമുണ്ടല്ലോ. ഇന്ത്യയെ മുച്ചൂടും തകർത്ത ഈ വിദേശ അക്രമികളുടെ ചരിത്രം, ആ ചരിത്രത്തിന്റെ സ്ഥാനത്ത് ഇന്ത്യയെ കെട്ടിപ്പടുത്ത മഹാരാജാക്കന്മാരെ കുറിച്ച് എന്ന് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നോ, എന്ന് നമ്മുടെ പുതിയ തലമുറ ഇതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങുന്നോ, അന്നായിരിക്കും ഇതിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുക. മാന്യപ്രേക്ഷകരെ, നമ്മൾക്കറിയാം സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിരിക്കും എന്നുള്ളത്. അപ്പൊ സാറ് പറഞ്ഞ മഹാനായ വ്യക്തിത്വങ്ങളിൽ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. 13,000-ലധികം വരുന്ന ഹിന്ദുവിനെ കൂട്ടക്കുരുതി നടത്തിയ വാരിയം കുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന കൊടും ക്രൂരനായിട്ടുള്ള ക്രിമിനലിനെ, അവനെ ആരാധിച്ച് നടക്കുന്ന മുസ്ലിങ്ങൾ, ആരാധിച്ച് നടക്കുന്ന ഇവിടുത്തെ ഇസ്ലാമിക സമൂഹം, ആ അത്രയ്ക്ക് ഉള്ള ഈ ക്രൂരനെ ആരാധിച്ച് നടക്കുന്ന, അതല്ലെങ്കിൽ ഇന്നും അയാൾ ഒരു ധീരനാണെന്ന് ധരിച്ച് നടക്കുന്ന ഹിന്ദു സമൂഹം, ഇവരുടെയൊക്കെ ഈ വാഴ്ത്ത് പാട്ടുകൾ കേട്ട് തെറ്റിദ്ധരിച്ച് നടക്കുന്ന ക്രിസ്ത്യൻ സമൂഹം, നിങ്ങൾ എല്ലാവരും ആർത്ത് ചിന്തിക്കാൻ, വലിയ ആ തോതിൽ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ധർമ്മസ്ഥലയാണെങ്കിൽ നാളെ നമ്മുടെ ഗുരുവായൂരായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമായിരിക്കാം. ഇതിനൊക്കെ ഇവർ തകർക്കാൻ വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളത് ജയസുനിൽ സാർ ഈ കുറഞ്ഞ സമയത്ത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും വിസ്മരിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മരിച്ചു പോയെങ്കിൽ പോലും അയാൾ പോലും അതിന് മുൻകൈ എടുത്തിരുന്നു എന്ന യാഥാർത്ഥ്യം പോലും കൃത്യമായിട്ട് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജയസുനിൽ സാർ കൃത്യമായിട്ട് ഈ കുറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഇത്രയും വാർത്ത, ഇത്രയും വിവരങ്ങൾ തരുമ്പോൾ അത് മാക്സിമം ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം ഇനിയും ഒരു ധർമ്മസ്ഥലയുടെ പേരിൽ, അതല്ലെങ്കിൽ മറ്റൊട്ടേറെ കാര്യങ്ങളുടെ പേരിൽ വരാനിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് കുബുദ്ധികളുടെ, അതല്ലെങ്കിൽ ഒരുപാട് ദുഷ്ട ശക്തികളുടെ ആ ശക്തിക്കെതിരെ പോരാടാൻ ഓരോ ഹിന്ദുവിനും, നന്മ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനിക്കും, അതല്ല ഞാൻ നല്ല മുസ്ലിം ആണെന്ന് ധരിച്ച് പച്ചയ്ക്ക് പറഞ്ഞു നടക്കുന്ന മുസ്ലിങ്ങളുണ്ടെങ്കിൽ ആ മുസ്ലിമിന് തോന്നട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇത്രയും വിവരം പാസ് ചെയ്ത ജയസുനിൽ സാർ ഈ വൈകിയ വേളയിൽ ഇത്രയും ഒരുപാട് നേരം നമ്മൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വരാം. അതുപോലെ തൽക്കാലം ഈ സെഷനോട് വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.